സ്റ്റോറി ശരിക്കും ശരിക്കും ഇതാക്കിയോ? ഓ അങ്ങനെ ആണോ? റിയാക്ഷൻ അതായത് അടിയിൽ ക്യാമറ വെച്ചിട്ടുള്ള റിയാക്ഷൻ അല്ല, പിന്നെന്ത് ഇത് ഇങ്ങനെ പ്രതികരിക്കലുണ്ട്. ഇതൊന്ന് വിക്കിതൊക്കെ അതാ ഞാൻ ചോദിക്കുന്നത്. പിണറായി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിദേശത്തിന്റെ സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. കേരളത്തിനെതിരെ മതവിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ മതവിദ്വേഷം ആരംഭത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തിരുന്നു എന്ന വാർത്ത ഗൗരവത്തോടെ കാണുന്നതാണ്. നട്ടാൽ കുരുക്കാത്ത നുണങ്ങളും വിദ്വേഷവും കേരള വിരുദ്ധ പ്രചാരണവും കുത്തിനിറച്ച 1ാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതാണ്. കലാസൃഷ്ടിയുടെ മേലങ്കി അണിഞ്ഞ് പുറത്തിറക്കിയ ഈ വികൃത സൃഷ്ടിയെ ദ റിയൽ കേരള സ്റ്റോറി വിളിച്ചു പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതുമാണ്. സാഹോദര്യവും മതേതരവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃക ഭയപ്പെടുന്നവരാണ് തുടർച്ചയായ വിദ്വേഷ പ്രചാരണങ്ങൾ അണിയിറക്കുക. അതായത് ബേസിക്കലി BJP-ക്കാർ ഇത് ഇറക്കുന്നത് തന്നെ പറഞ്ഞത് മനസ്സിലാവും. ബേസിക്കലി അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തൂടെ? കേരള സ്റ്റോറി എന്ന അപഹാസ്യമായ വ്യാജ പ്രതീതി നിർമ്മിതിയെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച സംഘർ പേരെടുത്ത് പറഞ്ഞേ സംഘപരിവാർ കേന്ദ്രങ്ങളാണ്. അതാ ഇത് സീനാവും. പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങളെ പോലും വർഗീയതയുടെയും നിറം നൽകി തെറ്റായ പ്രചരണം നടത്തുന്നവരാണ്. വർഗീയ അലവങ്ങൾ ഇല്ലാത്തതും എല്ലാ മതവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെ നമ്മുടെ നാടിന്റെ ശാന്തിയിലും ശക്തികളാണ് നമ്മുടെ നാടിന്റെ ശത്രുക്കൾ. ഇത് എടുത്തു പറഞ്ഞടാ എഴുതിയടാ സംഘപരിവാർ കേന്ദ്രങ്ങളാന്ന്. സാധാരണ ഇൻഡയറക്റ്റ് ആയിട്ടാ പറയാ, പച്ചക്ക് പറഞ്ഞടാ മുത്തേ ഇതാത് മുത്തേ CM ഇങ്ങനെ ആയിരിക്കണം CM. മനസ്സിലാ? ബീഫ് എന്ന് പേരിട്ടത് കൊണ്ട് ചലച്ചിത്രമേളയിൽ ഒരു ചിത്രത്തിന് പ്രദർശനാനുമതി പോലും നിഷേധിച്ച കാലത്ത് സമൂഹത്തിൽ ഭിന്നത വിദേശം വളർത്തുന്ന ലക്ഷ്യത്തോടെ ഉത്പാദിപ്പിക്കുന്ന സൃഷ്ടികൾക്ക് എങ്ങനെയാണ് പ്രദർശനാനുമതി ലഭിക്കുന്നത് എന്നത് ആശ്ചര്യകരമാണ്. കാര്യമല്ലേ? സുസ്ഥിര വികസന സൂചികകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിൽ മാതൃകയായ മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണം. വ്യാജ പ്രചാരണങ്ങൾ കേരളത്തിലെ മത അടിത്തറ നല്ലതും നമ്മുടെ ഓരോരുത്തരാണ്. വിദ്വേഷം കേരളം നമ്മുടെ അഭിമാനമാണ്. നുണകൾക്കെതിരെ സത്യം ജയിക്കണം. അതിനെ നാം ഒരുമിച്ച് നിലകൊള്ളണം. ഇതൊന്ന് ഞാൻ റീസ്റ്റോർ അടിക്കട്ടെ. ഇതൊന്ന് റീഷെയർ അടിക്കണ. ഇത് മുത്തേ ഇതെല്ലാവരും റീസ്റ്റോർ അടിച്ചോ മുത്തേ, എല്ലായിടത്തും എത്തട്ടെ. ഞാൻ പറയുന്നത് ചാറ്റ് ഞാൻ പറയുന്നത് വെച്ചാല് സംസാരിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. സാധാരണഗതിയിൽ നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാനിവിടെ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ മുഖം കാണാത്ത രീതിയിൽ മറച്ചു നിൽക്കുന്ന ഇത് അതിനെ കുറിച്ചെല്ലാം തോന്നും. ഇത് അവിടെ എല്ലാരും സ്റ്റോറി ഇടാ. ഞാൻ പറയുന്നത് ഇത് ബോയ്ക്കോട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മളെ മറ്റേതാക്കണം. ഇത് ബോയ്ക്കോട്ടാണ്. ഇത് ഒരു തിയേറ്ററിലും പ്ലേ ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ കാര്യം പറയില്ല. വെറുതെ വർഗീയ വിഷം ചീറ്റുന്നാണ് ഇവര്. ഇത് ഏതാ ബീജം ഇട്ടിട്ട് നോക്കിയാ? ഇതെന്താ ഇൻസ്റ്റയില് ബീജം കേക്കാത്ത? ഇൻസ്റ്റയില് ബീജം കേക്കുന്നത് ഷസാം സ്റ്റോറി ഉണ്ടോ? ഷസാം എന്താ സ്റ്റോറി ഇട്ടത്? എടാ എൻ്റെ ഒന്ന് സ്റ്റോറി ഇട്ട. അതിൽ ഏതെങ്കിലും ഒരു കുറെ പേജുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് സ്റ്റോറി ഇടും. മെയിൻ ആയിട്ടുള്ള അതെടുത്ത് സ്റ്റോറി ഇടും. ഷസാമിന്റെ അക്കൗണ്ട് എന്താ? സമയം
കേരള സ്റ്റോറീസിന്റെ ഒരു സീൻ ഞാൻ കണ്ടത്, ഒരു പെങ്കൊച്ചിനെ ആൾക്കാർ ഫോഴ്സ്ഫുള്ളി ബീഫൊക്കെ കഴിപ്പിക്കുന്നതൊക്കെ. അന്നത്തെ കാര്യം ഇതൊക്കെ ചെയ്യണുണ്ടായില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അവരെങ്ങനെയാണ് പറയണത്. ഞാനൊരു കാര്യം പറയാം, നമ്മളെയൊക്കെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ബീഫ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പം അന്ന് ചിക്കൻ കഴിക്കും. അങ്ങനത്തെ ആൾക്കാരെ എനിക്കറിയാവൂ, അല്ലെങ്കിൽ അവരെന്തായാലും കംഫർട്ടബിളും ആയിരിക്കും. അതല്ല ഇതുപോലെയൊക്കെ ഇതൊക്കെ ഞാൻ ഒന്ന് ഈ പടത്തിനെ ഇറക്കി സെൻസർ ബോർഡിനെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ കൂടിപ്പോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്. ഈ പടം റിലീസായി കഴിഞ്ഞുണ്ടല്ലോ, ഐ ബിലീവ് ദാറ്റ് ദ സെൻസർ ബോർഡ് ഫെയിൽഡ് എന്ന് ഞാൻ പറയും. ജനനായകനെ ഇങ്ങനെ കെട്ട് വേർപ്പ് മുട്ടിക്കാമെങ്കിൽ ഇതിനെയൊന്നും ഇറക്കിപ്പോലും വിടരുത്. പച്ചയ്ക്ക് വർഗീയത പറയണ ഒരു പടം. ഇത് ഒരിക്കലും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി പടം ഇറക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ മണ്ടന്മാരല്ല. ഇതൊരു അജണ്ട തന്നെയാണ്, മനസ്സിലായി? ഇതൊരു അജണ്ട തന്നെ, ഇതൊരു പ്രോപ്പഗണ്ട തന്നെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കുത്തി നടക്കാൻ വേണ്ടി ഇലക്ഷൻ ടൈമിൽ ഇറക്കിയ ഒരു നാറിയ പരിപാടിയാണെന്ന് ഞാൻ പറയും, മനസ്സിലായി? എടാ പടത്തിൽ ഓക്കെ ഇങ്ങനെ പല രീതിയിലും തീവ്രവാദികളെ പടം ഇറങ്ങിയിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടുണ്ട്, പലതിലും നമ്മൾ എന്റർടൈൻമെന്റ് എടുത്തിട്ടുണ്ട്. ശരിയാണ്, മുസ്ലിം ഭീകരവാദം കാണിച്ചിട്ടുണ്ട്, വാട്ട് എവർ. ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്റർടൈനിങ് സെൻസിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ആസ്വദിക്കാൻ വേണ്ടിട്ട് ഇറക്കിയ ഒരു പടാന്ന് എനിക്ക് തോന്നില്ല. ഇത് ജസ്റ്റ് ആ ഐഡിയ മൈൻഡിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അതിനായിട്ട് ഇറക്കിയ പടാണ്. ഉറപ്പാ അങ്ങനെ പച്ചക്ക് കാണിക്കും. അത് ബാങ്ക് സമയം ദൈവം നിശബ്ദനായി കാതുകളോർത്ത് ഈ ബാങ്ക് വിളി ശ്രമിക്കും. നിന്റെ ബാങ്ക് വിളിയും എന്റെ ശംഖനാദവും സംവത്സരങ്ങളോളം ഈ മണ്ണിൽ ഒരുമിച്ച് നിലനിൽക്കണമെന്നും നമ്മുടെ കുട്ടികൾ അതൊന്നിച്ച് പാടണമെന്നും പള്ളിമാവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുത്തെ ദൈവം പറയും. നമ്മളെ കേരളത്തിൽ ഇതാണ് എനിക്ക് തോന്നുന്നത്. അറിയോ, എനിക്ക് തോന്നുന്നത് ഇതിലുള്ള ഈ പടം എടുത്ത ആളെ ഇതെന്ന് വെച്ചാൽ എവിടെയോ നോർത്തിൽ എവിടെയോ ഇങ്ങനത്തെ എന്തോ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യൻസ് എല്ലാം ഒന്നാമത് ബുദ്ധിയില്ലാത്ത ടീമാണ്, മനസ്സിലായി? അതിൽ ചിലപ്പോൾ ബുദ്ധിയില്ലാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഇവര് ഈ സാധനം ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെന്തൊരു കേരള സ്റ്റോറി എന്ന് പേരിടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കേരളമായിട്ട് എന്താ വന്നത്? കേരളത്തിൽ ഒരിക്കലും എത്രയോ 3000 എത്രയോ ഇതല്ല പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്റെ മുപ്പാളെ പോലും തെളിവില്ല, മീൻസ് വെറുതെ പോട്ടെ, എന്തേലും ആട്ടെ. നമുക്ക് എന്തായാലും നമുക്ക് പടം പോയി. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നാറികളെ നിങ്ങൾ ആദ്യമേ പറഞ്ഞാൽ ഞാൻ ഈ ട്രെയിലർ കാണൂലായിരുന്നു. നമ്മൾ ശരിക്കും കാണരുത്. ഇത് നമ്മൾ കണ്ടതുപോലെ അവർക്ക് ഹൈപ്പാന്ന് ഞാൻ പറയുന്നത്, മനസ്സിലാവും? ഇത് നമ്മൾ കാണരുതായിരുന്നു. നിങ്ങൾ ആദ്യമേ പ്രോപ്പറായിട്ട് സ്പാം വന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ റിയാക്ട് ചെയ്ത പോലെ ഒരു ഹൈപ്പാന്നായിരുന്നു, മനസ്സിലാവും? കേരളത്തിൽ ഹൈപ്പാണ്ട് കാര്യമില്ല. ശരിയാ, കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഇത് ഫേക്ക് ആണെന്ന്. അതെ, അത് കുഴപ്പമില്ല, അപ്പൊ റിയാക്ട് ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ സ്റ്റിൽ കറക്റ്റ് റമദാന്റെ അന്നല നോമ്പിന്റെ തലേന്ന് ഇവര് ഇത് ഇറക്കി വിടണമെങ്കിൽ എന്തൊരു വിഷാന്നല്ല നാറികള്. വിക്കി എന്താ പറയുന്നത്? വിക്കി എന്തിനെ കുറിച്ച് വിക്കി പറയുന്നത് എന്താന്ന് വിക്കി അണ്ണാക്കിലിട്ട് കൊടുക്കും കേട്ടാ. വിക്കി എന്താ പറയുന്ന കേട്ടാ. സ്റ്റോറി വിക്കിന് സ്റ്റോറി ഇട്ടില്ലടാ. സ്റ്റോറി ഇല്ലല്ലോ. ടെൻഷൻ ഉണ്ടെങ്കിൽ ആ പേടിയൊക്കെ മാറ്റിയിട്ട് 3 മുതൽ 6 മാസം വരെ വാറന്റി ആരും അങ്ങനെ ബീഫ് മാത്രമായിട്ട് കൊടുത്തോണ്ട എന്റെ കുഞ്ഞിന് 2 പൊറോട്ടയും കൂടി ഇട്ട് കൊടുത്തേ. അവള് കഴിക്കും, അടങ്ങിയിരുന്ന അവള് കഴിക്കും. അവള് കേരളത്തിൽ നിന്നുള്ള ആണെങ്കിൽ അവള് കഴിക്കും. ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒക്കെ കൂടി തമ്മിൽ തല്ലിക്കാനായിട്ട് ഓരോ സന്ദേശാത്മന്മാരോരോ സിനിമ ഇറക്കി വിടും, 1, 2 എന്നൊക്കെ പറഞ്ഞ്. എല്ലാരും പോയി കാണുന്ന ഈ ഒരു സിനിമ. നമുക്ക് ഒരു ബീഫ് കറിയും മേടിച്ചുകൊണ്ട് പോയിട്ട് വേണം ഈ സിനിമ. ഒരു ബീഫ് ഫെസ്റ്റ് തന്നെ നടത്തണം ഈ സിനിമ ഇറങ്ങുന്ന ദിവസം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കാണുമ്പം പൊട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, അവിടെ പൊട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരു പടത്തിൽ അവരെ തമ്മിൽ തല്ലിക്കുക. ചുമ്മാ തിന്നും. ശരിക്കും ഈ ബീഫ് വാഴ പെണ്ണില്ലേ, ഇവക്കടക്ക് ഈ എജണ്ട ഉണ്ടാവില്ല. ഇവളിതിൽ അഭിനയിക്കണമെങ്കിൽ ഇവക്കടക്ക് ഈ ചിന്ത ഉണ്ടാവില്ല, ഈ വിഷം കുത്താനുള്ള. അല്ല
നല്ല പൈസ ഇവനും ഈ കുത്തി വായിൽ ഇട്ട് കൊടുക്കുന്ന നോക്കും ഈ ഏജന്റ് ഉണ്ടാവും, ആ വായിൽ വാങ്ങി നോക്കും ഏജന്റ് ഉണ്ടാവും. ഉറപ്പാ ഇവരെല്ലാം ഇതിന് ഈ വിഷത്തിന് വേണ്ടി കൂട്ടുകൂടിയാണ് ഇവര്, മനസ്സിലായി? വിഷം തുപ്പാൻ വേണ്ടി കൂട്ടുകൂടിയാണ്. കാര്യം പറയാ, അല്ലാണ്ട് എനക്ക് വന്നില്ല ആ സിനിമയിൽ എന്താ കഥയെല്ലാം. പിന്നെ കേരള സ്റ്റോറി 1 ഗെറ്റ് നാഷണൽ അവാർഡോ? അവാർഡ് കിട്ടീനി. അപ്പൊ ബേസിക്കലി ഇന്ത്യയിലെ മൊത്തം ഈ കേന്ദ്രം മൊത്തം നമുക്ക് എതിരാന്നല്ല, ഈ കേരളം ഒറ്റക്ക് ഇങ്ങനെ നിക്കാന്നല്ല, ചങ്കും നിറഞ്ഞിട്ട് ഇങ്ങനെ നിക്കാന്നല്ല. മൂത്ത പറ്റും കേരളം രാജ്യത്ത് പ്രഖ്യാപിക്കും.